രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ നമ്മളെ രക്തധമനികൾക്കകത്ത് ശാന്തത കൊടുക്കുന്നുണ്ടോ അതോ അത് തീ പിടിച്ച പോലെ നീർക്കെട്ടിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് പലപ്പോഴും തീരുമാനിക്കാം. ഇങ്ങനെ രക്തധമനികൾക്കകത്ത് നീർക്കെട്ട് വരാതിരിക്കാൻ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു മെറ്റബോളിക് ടോൺ രാവിലെ തന്നെ തീരുമാനിക്കപ്പെടുകയാണ്. നമ്മൾ നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ആ ദിവസം മുഴുവൻ നമ്മുടെ ഷുഗർ കാരണം പ്രശ്നങ്ങൾ വരും, ഇൻസുലിൻ സ്പൈക്കുകൾ ഉണ്ടാവും, അതുപോലെ രക്തധമനികൾക്കകത്ത് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ്. നമ്മുടെ മലയാളി കഴിക്കുന്ന സാധാരണ ബ്രേക്ക്ഫാസ്റ്റിൽ ഇതുപോലുള്ള നീർക്കെട്ട് ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി ഭക്ഷണമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണത്തിൽപ്പെട്ട ഒന്നാണ് ഓട്സ്. ഓട്സിനകത്ത് ഒരുപാട് സോല്യബിൾ ഫൈബറുകളുണ്ട്. ഇത് കൊളസ്ട്രോൾ കുറക്കുന്നുണ്ട്, ഷുഗർ സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. രക്തധമനികൾക്കകത്ത് ഒരു സ്പോഞ്ച് ഇട്ടിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന അതേ എഫക്റ്റ് ആണ് ഓട്സ് ഉപയോഗിച്ചാൽ കിട്ടുക. രണ്ടാമത്തത് നേന്ത്രപ്പഴം. ഇതിനകത്ത് ഒരുപാട് പൊട്ടാഷ്യം ഉണ്ട്. ഇത് BP കുറക്കുന്നുണ്ട്. മൂന്നാമത്തത് ഇലക്കറികളാണ്. മുരിങ്ങ, കരിവേപ്പ്. ഇതിനകത്തൊക്കെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ക്യൂർസെറ്റിൻ, ക്ലോറോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ദോശയിലും ചട്ടിനിയിലൊക്കെ ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. ഇതും രക്തധമനികൾക്കകത്ത് നീർക്കെട്ട് കുറക്കുന്നുണ്ട്. നാലാമത്തത് ഉഴുന്നാണ്. ഉഴുന്നിൽ ഒരുപാട് പ്രോട്ടീനും മഗ്നീഷ്യം ഉണ്ട്. മഗ്നീഷ്യം രക്തധമനികളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉഴുന്ന് കാരണം കുടലിനകത്തുള്ള ഗട്ട് മൈക്രോബയോം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അഞ്ചാമത്തത് ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്. ഇതൊക്കെ ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ് തരുന്നുണ്ട്. ഇത് പൊടിച്ചുപയോഗിക്കാവുന്നതാണ്. രക്തധമനികൾക്കകത്ത് വിള്ളലുകളൊക്കെ റിപ്പയർ ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഫ്ലാക്സ് സീഡും ചിയാ സീഡും. ആറാമത്തത് ഇഞ്ചി ഉപയോഗിക്കുക. ഇഞ്ചി നാച്ചുറൽ ആയിട്ടുള്ള ഒരു BP കുറക്കാനുള്ള മാർഗമാണ്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെ സ്റ്റിക്കിനെസ് കുറക്കുന്നുണ്ട്. ഏഴാമത്തത് നട്ട്സ്, ആൽമണ്ട്സ്, വാൽനട്ട്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് തരുന്നുണ്ട്, വൈറ്റമിൻ E തരുന്നുണ്ട്, ആർജിനിൻ തരുന്നുണ്ട്. ഇതെല്ലാം രക്തധമനികൾക്കകത്തുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കന്റ് ആണ്. രക്തധമനികളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നെ നീർക്കെട്ട് ഒരുപാട് തടയാൻ സാധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഫ്രഷ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രക്തധമനിയിലെ നീർക്കെട്ട് HSCRP കൂടുതലുള്ള ആളുകൾ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൽ മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക.